കേരള സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് പരാജയമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരിധിയിൽ കവിഞ്ഞും കേരളം കടമെടുത്തു കഴിഞ്ഞു. ശമ്പളം നൽകാനാവാത്ത വിധത്തിൽ കേരളത്തിന് ലഭിക്കുന്ന പണം എന്ത് ചെയ്തുവെന്നും നിർമ്മല സീതാരാമൻ ചോദിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്ന കേരളത്തിനെതിരെ കണക്കുകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു കേന്ദ്ര ധനമന്ത്രിയുടെ വിമർശനം. കേരള സ്റ്റേറ്റ്സ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് has been so poor. RBI reports under the top 5 financially stressed states. Borrowing limits irukku adha taandi adha circumvent panni I want more money to borrow. Off budget borrowing. How much was borrowed? 42,285 crores. They have no revenue source of their own. ശമ്പളം നൽകാൻ പോലും കേരളത്തിന് പണമില്ല. കേരളത്തിലെ വ്യവസായികൾ സംസ്ഥാനം വിട്ടുപോകുന്നു. നൽകുന്ന പണം എന്ത് ചെയ്യുന്നുവെന്നും കേരള സർക്കാർ അഴിമതി സർക്കാരായെന്നും വിമർശനം. 6 മാസം സാലറി കൊടുക്കാമ இருக்க. ഇത് என்ன പിന്ന 9649 crores എങ്ക പോச்சு? 2020 gold, 18ல house, 17ல ആരംഭിച്ച് 20 വரைக்கும் കരുവണ്ണൂർ സർവീസ് കോഓപ്പറേറ്റീവ് റിസീവ്ഡ്. என்ன புதுவிதமான imaginative way of making money. Kerala special, Kerala model அப்படின்னு சொன்னா எனக்கு മനസ്സ് വേദനയാണ്. നരേന്ദ്രമോദി കേരളത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ടെന്നും അതിന് പ്രതിപക്ഷ ശബ്ദം ആവശ്യമില്ലെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. UPA ഭരണകാലത്തും മോദി ഭരണത്തിലും കേരളത്തിന് നൽകിയ സാമ്പത്തിക സഹായങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു പ്രതികരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.